തൃശൂർ MG റോഡിൽ സ്കൂട്ടർ കുഴിയിൽ ചാടാതെ വെട്ടിച്ചു മാറ്റിയ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. കോട്ടപ്പുറം പാലത്തിന് സമീപത്ത് വച്ചാണ് അപകടമുണ്ടായത്. വിഷ്ണുവിന്റെ അമ്മ പത്മിനിക്കും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ദേശീയപാതയിലെ കുഴി ഒരാളുടെ കൂടി ജീവനെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് അപകടം സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇന്ന് രാവിലെ 7:45 കൂടിയാണ് തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളായ തിരക്കേറിയ റോഡായ MG റോഡിൽ വെച്ച് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുഴിയായിരുന്നു. ഇതൊരു വലിയ കുഴിയായിരുന്നു. ഈ അപകടത്തിന് ശേഷം പിന്നീട് കോർപ്പറേഷൻ അധികൃതർ വന്ന് ഈ കുഴി മെറ്റലിട്ട് മൂടിയതാണ്. ഈ കുഴിയിലൂടെ വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിന് പോയ അമ്മയും മകനുമാണ് അപകടത്തിൽപ്പെട്ടത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനായി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ റോട്ടിൽ വെച്ച് ഈ കുഴിയിൽ സ്കൂട്ടർ പെടാതെ വെട്ടിച്ചു മാറ്റുകയായിരുന്നു. ആ വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ എതിർവശത്ത് നിന്ന് വന്ന സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ട് യുവാവ് വിഷ്ണുദത്ത് എന്ന 32 വയസ്സുകാരൻ പൂങ്കുന്നം സ്വദേശിയാണ്. അദ്ദേഹം ദാരുണമായി മരിക്കുന്നത്. ഈ സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ. നമ്മളോടൊപ്പം ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയായ സമീപത്തെ മിൽമ ബൂത്തിലെ ജീവനക്കാരൻ കൂടിയായ സുധീർ ചെറുചേട്ട, എന്താണെന്ന് സംഭവിച്ചത്? ഞാൻ കടയറ ഉള്ളിലായിരുന്നു. ഞാനൊരു ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ബസ്സിൻ്റെ ഫ്രണ്ട് വീല് ആളെ അടുത്ത് ഇങ്ങനെ ഉന്തി പോകുന്നുണ്ട്, തള്ളി പോകുന്നുണ്ട്. ഞാൻ വന്ന് ബസ് ഡ്രൈവറോട് അടുത്ത് പറഞ്ഞു വണ്ടി നിർത്തും പറഞ്ഞു. അപ്പോൾ ആൾ വണ്ടി നിർത്തിയപ്പോൾ ആളെ ഇറങ്ങി. അപ്പം തന്നെ സ്പോട്ടിൽ ആൾ മരിച്ചിട്ടുണ്ട്. ഈ അമ്മയ്ക്കും ഗുരുതര പരിക്കും. അമ്മ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ആൾ ഇടിച്ച ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എണീക്കാൻ പറ്റില്ലേ, ഇരിക്കുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഗുരുതരമായി പരിക്കുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല. ലക്ഷ്മി, ഇത് നഗരത്തിൽ പല സ്ഥലങ്ങളിലായി, ദേശീയപാതയിലെ കുരുക്കിന് പുറമെ നഗരത്തിലെ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ വലിയ കുഴികളുണ്ട്. ഈ മഴക്കാലം കൂടി ആയതോടുകൂടി തന്നെ കോർപ്പറേഷൻ റോഡുകളടക്കം ഇത്തരത്തിൽ വലിയ അപകടക്കെണിയൊരുക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം നഗരസഭാ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കൂടെ ചേരുകയാണ്. ഇത്തരത്തിൽ നഗരത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്? ഈ അപകടം ഇതിന് മുമ്പ് കുറച്ച് 2 കൊല്ലം മുമ്പുണ്ടായി. ഒരു സ്ത്രീ കട്ടറിൽ വീണ് പരിക്ക് പറ്റി മരിക്കുകയുണ്ടായി. അതിനുശേഷം തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ റോഡുകളും റീടാറിങ് ചെയ്യാൻ വേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപ അനുവദിക്കുകയുണ്ടായി. അമൃതം മതിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് MG റോഡിൽ ഈ കുഴിയിൽ വീണ് ഒരു 22 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ബസ് കയറി മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതിൽ മേയറുടെ പേരിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പേരും കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കാരണം ഇത് അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ അപകടമാണ്. അല്ലാതെ ഫണ്ടില്ലാഞ്ഞിട്ടല്ല, ടെൻഡർ വിളിക്കാഞ്ഞിട്ടല്ല, വർക്ക് ചെയ്യാതെ ഇരുന്ന കെടുകാര്യസ്ഥയുടെ ഒടുവിലത്തെ പര്യായമാണ്. ഈ മേയർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 പേരാണ് ഇപ്പോൾ റോഡപകടത്തിൽ മരിച്ചത്. 2 പേരാണ്. അപ്പോൾ മേയറുടെ പേരിലും സെക്രട്ടറിയുടെ പേരിലും കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ദേശീയപാത ഒരു തരത്തിൽ നമുക്ക് അറിയാം അവിടുത്തെ സ്ഥിതി. കോർപ്പറേഷൻ റോഡുകൾ കൂടി ഇങ്ങനെ കുണ്ടും കുഴിയായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ജനങ്ങളുടെ ജീവിതത്തിന് യാതൊരു സുരക്ഷയുമില്ലാത്ത ഒരു സാഹചര്യമാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ നിലവിലുള്ളത്. എല്ലാ റോഡുകളിലും കുണ്ടും കുഴിയാണ്. ഇത് മഴ പെയ്ത് വർഷക്കാലം വരണേന്ന് ഇവർക്കറിയാം. ഞങ്ങൾ നിരവധിയായ പ്രാവശ്യം കൗൺസിൽ ഇത് സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ റോഡുകളുടെ കുഴി അടയ്ക്കൂ. വർഷക്കാലം വന്നാൽ വെള്ളം നിന്ന കുഴികൾ കാണില്ല. ബൈക്ക് യാത്രക്കാരുള്ള ഉൾപ്പെടെയുള്ള ആളുകളിൽ വീഴും. ഇത് മുന്നറിയിപ്പ് പല തവണകൾ കൊടുത്തിട്ടുള്ളതാണ്. അത് മേയർക്കോ ബന്ധപ്പെട്ട സെക്രട്ടറിക്കോ LDFനോ യാതൊരു തരത്തിലുള്ള ചിന്തയും ഈ കാര്യത്തിലില്ല. ഒരുപാട് പണം ആവശ്യമില്ലാതെ ചിലവാക്കിക്കൊണ്ടേയിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഇത് അശ്രദ്ധയാണ്. 22 വയസ്സുകാരൻ്റെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത്. ഇതിക്ക് മുമ്പ് ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഞങ്ങൾ ഈ കാര്യം കൗൺസിലിൽ പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ലക്ഷ്മി, പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഈ കുഴിയാണ് നമുക്ക് കാണാം, താരതമ്യേന ചെറിയ കുഴിയാണെന്ന് തോന്നും. പക്ഷേ ഇത് അപകടത്തിന് ശേഷം മെറ്റലിട്ട് നിരത്തുന്ന ഒരു സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ കുഴി മണ്ണിട്ട് മൂടിയതിന് ശേഷവും ഇവിടെ അപകടം നടന്നതറിയാതെ നിരവധി ആളുകൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചു പോകും. നമുക്കറിയാം, രാവിലെ 7:45 എന്നൊക്കെ പറയുന്ന സമയം അത്രയ്ക്ക് വലിയ തിരക്കില്ലാത്തൊരു സമയമാണ്. പക്ഷേ ആ സമയത്ത് ഈ കുഴിയിൽ ചാടാതെ മറ്റു വാഹനങ്ങളൊന്നും ആ സമീപ
സമീപത്ത് ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ആ ചെറുപ്പക്കാരൻ വിഷ്ണുദത്ത് സ്കൂട്ടർ വെട്ടിച്ചു മാറ്റിയത്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ മരണം ഒരു ബസ്സിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. തൽക്ഷണം ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് യുവാവ് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും അത്യന്തം സങ്കടകരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. റോഡിലെ കുഴിയിൽ, നിരത്തിലെ കുഴിയിൽ ഒരാൾക്ക് കൂടി ജീവൻ പൊലിയുന്ന സ്ഥിതിവിശേഷം. ഒരു യുവാവ് കൂടി മരിച്ചിരിക്കുന്നു. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. കോട്ടപ്പുറം പാലത്തിന് സമീപത്ത് വച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ തൃശൂരിൽ നിന്ന്.